ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷയാണ്. ഡബിൾ ക്രോഷയുടെ കോഡ് വരുന്നത് DC എന്നാണ്. ഡബിൾ ക്രോഷയുടെ കോഡ് വരുന്നത്. അതിൻ്റെ പാറ്റേൺ സിമ്പിൾ വരുന്നത് ഒരു T വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലൈൻ വരും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡബിൾ ക്രോഷേ. ഡബിൾ ക്രോഷേ അതിൻ്റെ കോഡ് വരുന്നത് DC എന്നാണ്. അതിൻ്റെ സിമ്പിൾ വരുന്നത് ഒരു T വരയ്ക്കുക, സെൻറ്ററിൽ ഒരു വര വരയ്ക്കുക. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണം, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ ട്യൂട്ടോറിയൽ എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ആവശ്യം വരും. അപ്പോൾ ഡബിൾ ക്രോഷേ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 പ്ലേ ഒരു കോട്ടൺ യാൺ എടുത്തിട്ടുണ്ട്. ഒരു 4 mm ഹുക്ക് സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് നോട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യാണിൻ്റെ താഴത്തെ ഹുക്ക് പിടിക്കുക, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, ദെൻ ഈ യാൺ ഓവർ ചെയ്യുക, സർക്കിളിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലിപ്പ് നോട്ട് കിട്ടി, 2 എൻഡും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഒരു 13 ചെയിൻ ഞാനിവിടെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 13 ചെയിൻ ഞാനിവിടെ ചെയ്ത് കൊടുക്കുകയാണ്. സിംഗിൾ ക്രോഷേക്ക് ഞാനതെല്ലാം ഒന്നുകൂടെ പറഞ്ഞുതരാം. സിംഗിൾ ക്രോഷേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യും. ഹാഫ് ഡബിൾ ക്രോഷേക്ക് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട്, അതായത് ഞാൻ പറഞ്ഞായിരുന്നു സിംഗിൾ ക്രോഷേ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റിച്ചസുകൾക്കും യാൺ ഓവർ ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന്. ഹാഫ് ഡബിളിന് യാൺ ഓവർ ചെയ്യുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. ഡബിളിനും യാൺ ഓവർ ചെയ്യുക, 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. ഞാനിവിടെ ഒന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം, അതല്ലെങ്കിൽ സ്ക്രീനിൻ്റെ സൈഡിൽ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക, 4ാമത്തെ ചെയിനിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഡബിളിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യാൺ ഓവർ ചെയ്യുക, 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക, 1 2 3 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 4th ചെയിനിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. 4th ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. 1 2 3 സ്കിപ്പ് ചെയ്തു, 4th ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹുക്കിൽ എത്ര ലൂപ്പ് കിട്ടും? 3 ലൂപ്പ് കിട്ടും. 1 2 3 യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ ആദ്യം പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, അടുത്ത 2ലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഡബിൾ. ഓക്കെ, ഹാഫ് ഡബിളിൽ നമ്മൾ മൊത്തം കിട്ടുന്ന ലൂപ്പിലൂടെ എല്ലാം പുറത്തേക്ക് എടുക്കുന്ന സ്റ്റിച്ചസാണ് സിംഗിളും ഹാഫ് ഡബിളും. പക്ഷേ ഡബിൾ അതുപോലെയല്ല. ഡബിൾ അതിൻ്റെ പേര് പോലെ തന്നെയാണ് ഡബിൾ ഡബിൾ. അതായത് 2 ലൂപ്പിലൂടെ ആദ്യം പുറത്തേക്ക് എടുക്കുക, വീണ്ടും അടുത്ത 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡബിൾ പേര് പോലെ തന്നെ ആദ്യം 2 ലൂപ്പിൽ കൂടെ പുറത്തേക്ക് എടുക്കണം. വീണ്ടും യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അടുത്ത ഡബിൾ കിട്ടി. ദെൻ യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2ലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അടുത്ത ഡബിൾ കിട്ടി. ഹാഫ് ഡബിളിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടിയ സ്റ്റിച്ചാണ് ഡബിൾ. യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുറത്തേക്ക് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അടുത്ത ഡബിൾ കിട്ടി. അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക,
യാൺ ഓവർ ചെയ്യുക, മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വലിക്കുക, ഡബിൾ ഡബിൾ, യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, പുറത്തേക്ക് വലിക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കുക. ഓക്കെ, ഇതാണ് ഡബിൾ ക്രോഷയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുറത്തേക്ക് വലിക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, അടുത്ത 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, യാൺ ഓവർ ഇതിപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് എത്തി. ഇനി നമുക്ക് മുകളിലേക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യുക, ചെയിൻ 2 ചെയ്യുക, ചെയിൻ 2 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യുക. ഇവിടെ കൊടുത്തിരുന്ന നമ്മളൊരു 3 സ്റ്റിച്ച് നമ്മളിവിടെ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 സ്റ്റിച്ചിന് നമ്മൾ എത്ര കൊടുക്കണം, ചെയിൻ 3 കൊടുക്കണം. ചെയിൻ 2 അല്ല, ചെയിൻ 3. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് പിടിക്കുക, ടേൺ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, 3 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം കേട്ടോ. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക. ഈ രണ്ട് ലൂപ്പിലൂടെയും, ഫ്രണ്ട് ലൂപ്പിലൂടെയും ബാക്ക് ലൂപ്പിലൂടെയും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വീണ്ടും 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ എല്ലാ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ വെച്ചിട്ട്, ഓരോ DC വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഡബിളിൻ്റെ ഷോർട്ട് ഫോമാണ് DC. ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരിക. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഈസി ആവും കേട്ടോ. ഓരോ സ്റ്റിച്ചസും പഠിച്ചു കഴിഞ്ഞാലാണ് വർക്കുകളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റിച്ചസും പഠിക്കുക. കിട്ടുന്ന ടൈമെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മൾ 13 സ്റ്റിച്ച് എടുത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ 10 DC കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. 3 എണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി മുകളിലേക്ക് എങ്ങനെ ചെയ്യും, വീണ്ടും 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, അങ്ങനെ മുകളിലേക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ DC സ്റ്റിച്ച് കിട്ടുക കേട്ടോ. ഇതാണ് DC സ്റ്റിച്ച് കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.